കിഴക്കൻ കോങ്കോയിലെ ഒരു ആശുപത്രിക്ക് നേരെ ഇസ്ലാമിക് സ്റ്റേറ്റ് പിന്തുണയുള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് നടത്തിയ ഭീകരാക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. മുലയൂട്ടുന്ന സ്ത്രീകളെപ്പോലും ക്രൂരമായി കൊലപ്പെടുത്തിയെന്നും ഇവരെ ആശുപത്രി കിടക്കയിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയെന്നും പ്രാദേശിക ഭരണാധികാരിയായ കേണൽ അലയൻ കിവേവ പറഞ്ഞു. ആശുപത്രി ആക്രമണത്തിൽ 11 സ്ത്രീകളും 6 പുരുഷന്മാരുമാണ് കൊല്ലപ്പെട്ടത്. വടക്കൻ കിവു പ്രവിശ്യയിലെ ലുബ്രോ പ്രദേശത്തുള്ള ബയാബുവെ ഗ്രാമം ആക്രമിച്ച ADF ഭീകരർ പ്രദേശം കൊള്ളയടിക്കുകയും ഏകദേശം 20 വീടുകൾക്ക് തീയിടുകയും ചെയ്തു. ADF മറ്റു ഗ്രാമങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും മൻസ്യ സിവിൽ സൊസൈറ്റി നേതാവ് സാമുവൽ കാഗുലെ കഗേനി പറഞ്ഞു. എന്നാൽ ഈ ഗ്രാമങ്ങളിലെ അപകടം എത്രത്തോളമാണെന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നിട്ടില്ല. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഉഗാണ്ടൻ വംശജരായ സായുധ സംഘമായ ADF സമീപമാസങ്ങളിൽ നോർത്ത് കിവു, ഇറ്റൂരി പ്രവിശ്യകളിലെ ഗ്രാമങ്ങളിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റിൽ ADF നടത്തിയ നിരവധി ഭീകരാക്രമണത്തിൽ 52 പേർ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു. ജൂലൈയിൽ ഇറ്റൂരിയിലെ ഒരു കത്തോലിക്ക പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഏകദേശം 40 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. പ്രസിഡന്റ് യുവേരി മുസവേനിയോടുള്ള അതൃപ്തിയെ തുടർന്ന് 1990കളുടെ അവസാനത്തിലാണ് ഉഗാണ്ടയിലെ ചെറിയ ചില ഗ്രൂപ്പുകൾ ചേർന്ന് ADF രൂപീകരിച്ചത്. 2002-ൽ ഉഗാണ്ടയിലെ സൈനിക ആക്രമണത്തെ തുടർന്ന് ADF കോങ്കോയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.